കടന്നിരിക്കുന്ന എല്ലാവരെയും ക്രിസ്തുയേശുവിന്റെ നാമത്തിൽ ഒരു പ്രാവശ്യം കൂടെ സ്വാഗതം ചെയ്തു. ഒരു വിശുദ്ധ ദിവസം കൂടെ ഒരുമിച്ച് കർത്താവിന്റെ നാമത്തെ ഉയർത്തുവാൻ ദൈവം കൃപ ചെയ്തല്ലോ. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ഞായറാഴ്ച ദിവസം കൂടെ കർത്താവ് നമുക്ക് ദാനം ചെയ്തു. നമുക്ക് ഒരുമിച്ച് മർക്കോസ് സുവിശേഷം 1-ാം അധ്യായത്തിന്റെ 11-ാമത് വാക്യം. മർക്കോസ് സുവിശേഷം 1-ാം അധ്യായത്തിന്റെ 11-ാമത് വാക്യം. നീ എന്റെ പ്രിയപുത്രൻ, നിന്നിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന് സ്വർഗത്തിൽ നിന്ന് ഒരു ശബ്ദവും ഉണ്ടായി. ഇന്ന് പകൽക്കാലം സ്വർഗത്തിലെ ശബ്ദത്തെ കുറിച്ചാണ് നമ്മൾ ധ്യാനിക്കാൻ ആഗ്രഹിക്കുന്നത്. ഒരു നിമിഷം കൂടെ ശിരസ്സുകളെ നമിക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, ഞങ്ങൾ അങ്ങയുടെ സന്നിധിയിലേക്ക് അടുത്തു വരുന്ന സ്വർഗത്തിലെ ദൈവം ഇന്ന് പകൽ ഞങ്ങളോട് സംസാരിച്ചു കൊണ്ടിരിക്കണമേ. ആ സ്വർഗത്തിലെ ശബ്ദം കേൾക്കുവാൻ ഞങ്ങൾ അങ്ങയുടെ സന്നിധിയിലേക്ക് ആയിരിക്കും. അവിടുത്തെ വലിയ കൃപ ഞങ്ങളുടെ മേൽ പകരണമേ. അവിടുത്തെ സാന്നിധ്യം ഞങ്ങളുടെ മേൽ പകരണമേ. അങ്ങ് ഞങ്ങളോട് സംസാരിച്ചു കൊണ്ടിരിക്കണമേ. കർത്താവേ, ദൈവത്തിന്റെ ശബ്ദം കേൾക്കുവാൻ കഴിയാതെ ആരെങ്കിലും ഭാരത്തോടെ ആയിരിക്കുന്നുവെങ്കിൽ ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവ് അവരോട് സംസാരിക്കണമേ. ഇടപെടണമേ പ്രാർത്ഥിക്കുന്നു. ലൈവിലൂടെ ഞങ്ങളെ കാണുകയും കേൾക്കുകയും ചെയ്യുന്നവരോട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് സംസാരിക്കണമേ. അവിടുത്തെ ശബ്ദത്തിന്റെ മുമ്പിൽ ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്ന പച്ച ദൈവമേ, ആരാധന വരാൻ കഴിയാതെ വേണം ആരെങ്കിലും കർത്താവെ ഭവനങ്ങളിലായിരിക്കുന്നു ഇത് ശ്രദ്ധിക്കുന്നുവെങ്കിൽ അവരുടെ ജീവിതത്തിൽ വലിയ വിടുതലായി അത് ഭവിക്കുവാൻ സഹായിക്കണം. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. ഹല്ലേലൂയ. ഒരു പ്രാവശ്യം കൂടെ മർക്കോസ് സുവിശേഷം 1:11 വായിക്കാം. നീ എന്റെ പ്രിയപുത്രൻ, നീ എന്റെ പ്രിയപുത്രൻ, നിന്നിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന് സ്വർഗത്തിൽ നിന്ന് ഒരു ശബ്ദവും ഉണ്ടായി. ഇത് വളരെ പരിചയമുള്ള ഒരു വേദഭാഗമാണ്. ഈ ഭാഗം ഞാൻ വായിച്ച് ധ്യാനിക്കുമ്പോൾ ദൈവം സംസാരിക്കുന്നതിന്റെ ശബ്ദങ്ങളെ കുറിച്ച് പരിശുദ്ധാത്മാവ് എന്നെ ഓർപ്പിക്കുവാനിടയായി. ഒരു മനുഷ്യന്റെ ശബ്ദത്തെക്കാളും ദൈവ ശബ്ദത്തിന് പ്രത്യേകതയുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 1-ാം വാക്യം വായിക്കുമ്പോൾ യേശുവിന്റെ ദൈവികത്വത്തെ കുറിച്ച് അവിടെ പറയുന്നത് വായിക്കാം. ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോട് കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു എന്ന് യോഹന്നാൻ സാക്ഷിക്കുന്നു. അപ്പൊ വചനത്തിന് ദൈവത്തിന് തുല്യമായ പ്രാധാന്യമാണ് അവിടെ കൊടുക്കുന്നത്. അത് യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 14-ാം വാക്യം വായിക്കുമ്പോൾ വചനം ജഡമായി തീർന്ന് ഹൃദയം സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു. യേശു കർത്താവിന്റെ ജനനം വചനം ജഡം ധരിച്ചതാണെന്ന് വ്യക്തമായി ദൈവവചനത്തിലൂടെ നമ്മെ ഓർപ്പിക്കുന്നു. ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെയായിരുന്നു, ഈ വചനം ദൈവമായിരുന്നു, ഈ വചനം ജഡം ധരിച്ചതാണ് ക്രിസ്തു എന്ന് യോഹന്നാൻ വ്യക്തമായി നമ്മെ ഓർപ്പിക്കുമ്പോൾ ദൈവത്തിന് തുല്യമായ പ്രാധാന്യമുണ്ടെന്ന് വചനം നമ്മെ അടുപ്പിക്കുന്നു. അപ്പൊ ദൈവത്തിന്റെ ശബ്ദത്തിന് അതുപോലെ പ്രാധാന്യമുണ്ട്. നമ്മൾ ഓരോരുത്തരും സംസാരിക്കുമ്പോൾ നമുക്കൊരു അധികാരമുണ്ട്, അല്ലേ? ഈ ബിസിനസ് നടത്തുന്നവരൊക്കെ കുറെ പേരൊക്കെ വെച്ച് ജോലി ചെയ്യിക്കുന്ന ഒരാള് പറയുന്നത് ആ ശമ്പളം വാങ്ങുന്ന ആള് അനുസരിക്കുവാൻ ബാധ്യസ്ഥരാണ്. അതിന്റെ ഉടമസ്ഥൻ പറയുന്ന കാര്യങ്ങൾക്ക് ആ വിലയുണ്ട്. അതുപോലെ നമ്മുടെ കുടുംബത്തിനകത്ത് പിതാവിനും മാതാവിനും ആ ഭവനത്തിന് പറയുന്ന വാക്കുകൾക്ക് ഒരു വിലയുണ്ട്. പക്ഷെ അതുപോലെയാണോ നമ്മുടെ മുഖ്യമന്ത്രിയുടെ വാക്കുകൾക്ക്? അല്ല. അദ്ദേഹത്തിന് തമാശയായിട്ട് ഒന്നും പറയാൻ കഴിയില്ല. മുഖ്യമന്ത്രി ആയിക്കഴിഞ്ഞാൽ അദ്ദേഹം പറയുന്ന സകല കാര്യങ്ങളും അതുപോലെ ഒപ്പിയെടുക്കുവാൻ ക്യാമറ ഉണ്ടായിരിക്കും. അപ്പൊ അതിന് അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ നമ്മൾ പറയുന്നത് പോലെയല്ല. പിന്നെ അതിന് വളരെ വിലയുണ്ട്. വിലപ്പെട്ട സ്ഥാനത്താണ് ആ മനുഷ്യൻ ആയിരിക്കുന്നത്. സാധാരണക്കാരായ ഒരാളിനെ ഒരു അധികാര സ്ഥാനത്താക്കുമ്പോൾ ആ മനുഷ്യന് ആ വാക്കുകൾക്ക് അധികാരമുള്ളതുപോലെ, ഒരു സാധാരണ മനുഷ്യൻ പറയുന്നത് പോലെയല്ല ഒരു പോലീസ് ഓഫീസർ പറഞ്ഞാൽ, അല്ലേ? ഒരു സാധാരണ
ഒരു പക്ഷേ 10ാം ക്ലാസ് വരെ പഠിച്ച ഒരു പോലീസുകാരൻ ഒരു സ്റ്റോപ്പ് ബോർഡും വെച്ചുകൊണ്ട് റോഡിൽ നിൽക്കുകയാണ്. IAS ഓഫീസർ ആയിരിക്കും കാറിൽ വരുന്നത്. പക്ഷെ ഇദ്ദേഹം കൈ കാണിച്ചാൽ ഈ IAS ഓഫീസർ വരുന്ന വാഹനം നിർത്തിയേ പറ്റുള്ളൂ. അന്ന് ആ സ്ഥലത്ത് ഡ്യൂട്ടിയിലായിരിക്കുന്ന പോലീസുകാരനൊരു അധികാരം ഗവൺമെന്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ആ അധികാരത്തിന്റെ മുമ്പിൽ മറ്റ് അതിനേക്കാൾ ഉന്നതമായ പദവി അലങ്കരിക്കുന്നവരാണെങ്കിൽ നിർത്തേ പറ്റുകയുള്ളൂ. അപ്പൊ ദൈവം നമുക്ക് വ്യത്യസ്തമായ സ്ഥാനമാനങ്ങളും അധികാരങ്ങളും തന്നിട്ടുണ്ട്. ഇതുപോലെ സ്വർഗത്തിലെ ദൈവത്തിനും ഒരു അധികാരമുണ്ട്. ആ അധികാരം തന്റെ വാക്കുകളിലൂടെ വെളിപ്പെടും. ആ ദൈവം ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞപ്പോൾ ഭൂമി ഉണ്ടായി. ദൈവം ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞപ്പോൾ ഭൂമിയിലെ സകല ചരാചരങ്ങളും ഉണ്ടായി. ആകാശത്തെ, അത് സൂര്യനെ, ചന്ദ്രനെ, നക്ഷത്രങ്ങളെ ദൈവം വാക്കുകൊണ്ട് സൃഷ്ടിപ്പാനുള്ള അധികാരം എന്റെ ദൈവത്തിനുണ്ടായി. ആ കർത്താവിന്റെ അധികാരത്തിന്റെ വാക്കുകളെ കുറിച്ചാണ് ഇന്ന് പലക്കാലം നമ്മൾ ചിന്തിക്കുന്നത്. സ്വർഗത്തിൽ നിന്നൊരു ശബ്ദം, അതാണ് ഇവിടെ നമുക്ക് കേൾക്കാൻ കഴിയുന്നത്. നീ എന്റെ പുത്രൻ, നിന്നിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. അപ്പൊ ദൈവം സംസാരിക്കാൻ തുടങ്ങിയ യേശുക്രിസ്തുവിനോട് മാത്രമല്ല, വേദപുസ്തകം ആരംഭിക്കുന്നത് മുതൽ ദൈവം സംസാരിച്ചതായ ചില സാഹചര്യങ്ങളുണ്ട്. നന്മയ്ക്കായി സംസാരിച്ചവരുമുണ്ട്, തിന്മയ്ക്കായി സംസാരിച്ചതുമുണ്ട്. അപ്പൊ ദൈവത്തിന്റെ വചനം, ദൈവത്തിന്റെ വാക്കുകളുടെ മുമ്പിൽ സമർപ്പിക്കപ്പെട്ടവരെ ദൈവം അനുഗ്രഹിച്ചിട്ടുണ്ട്. വചനത്തോട് മറുതലിച്ചവരെ ദൈവം ശിക്ഷിച്ചിട്ടുമുണ്ട്. അപ്പൊ ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം 9-ാം വാക്യം വായിക്കുമ്പോൾ ദൈവം സംസാരിക്കുന്ന ഒരു ശബ്ദത്തെ കുറിച്ച് അവിടെ കാണാൻ കഴിയും. വായിക്കാം. യഹോവയായ ദൈവം മനുഷ്യനെ വിളിച്ചു, നീ എവിടെ എന്ന് ചോദിച്ചു. ആദാമിനോട് ദൈവം ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, മനുഷ്യ നീ എവിടെ? ദൈവം തന്നോട് കൂടെ നടക്കുവാൻ, തനിക്ക് കുശല പ്രശ്നങ്ങൾ ചെയ്യുവാൻ, തന്റെ ഹൃദയ രഹസ്യങ്ങളെ പങ്കിടുവാൻ തേജസ് കൊണ്ട് മാത്രം അല്പം മാത്രം താഴ്ത്തി ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു. ആ മനുഷ്യന് ജീവിക്കുവാൻ ആവശ്യമായ സകലതും ഒരുക്കിയിട്ടാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത്. പക്ഷേ ദൈവത്തിന്റെ വചനത്തെക്കാൾ അധികം അത് മറ്റു വാക്കുകൾക്ക് ചെവി കൊടുത്തപ്പോൾ, പിശാചിന്റെ വാക്കുകൾക്ക് ശ്രദ്ധ കൊടുത്തപ്പോൾ സംഭവിച്ചത് എന്താണെന്ന് അറിയാമോ? അവിടെ ദൈവസന്നിധിയിൽ നിന്ന് മനുഷ്യൻ അന്യപ്പെട്ടു പോയി. ദൈവം നൽകിയ തേജസ് ആ മനുഷ്യന് നഷ്ടപ്പെട്ടു പോകുവാൻ ഇടയായി തീർന്നു. അതുകൊണ്ട് എല്ലാ ദിവസവും വൈകുന്നേരം യഹോവയാം ദൈവം തോട്ടത്തിൽ വരുമ്പോൾ ഓടി അടുക്കുന്നതായ ആദാമും ഹവ്വയും മറവിടങ്ങൾ അന്വേഷിച്ചു. വൃക്ഷങ്ങളുടെ മറവിൽ ഒളിച്ചു നിന്നു. എല്ലാ ദിവസവും അതേ ആദാമും ഹവ്വയും ദൈവത്തിന്റെ ഒച്ച കേട്ട് ഓടി വരുന്നത് പോലെ ഓടി വരാൻ കാണാത്തത് കൊണ്ട് ദൈവം വിളിക്കുക, നീ എവിടെയാണായിരിക്കുന്നത്? ഇന്ന് പകൽക്കാലം എന്നെയും നിങ്ങളെയും അങ്ങനെ ഒരു സാഹചര്യത്തിൽ വിളിക്കുവാനുള്ള അവസരം ഒരിക്കലും ഉണ്ടാക്കരുത്. നമ്മെ അന്വേഷിച്ചു വരുന്ന കർത്താവിനെ അല്ല, നാം ഓടിച്ചെന്ന കർത്താവിന്റെ സന്നിധിയിലേക്ക് വരുന്ന ഒരു അനുഭവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. ദൈവത്തോട് കൂടെയുള്ള വാസം ഏറ്റവും മനോഹരമാണ്. അതൊരിക്കലും നഷ്ടപ്പെടുത്തരുത്. ആദാമും ഹവ്വയും വൃക്ഷങ്ങളുടെ ചുവടിൽ ഒളിച്ചു നിന്നിട്ട് പറയുകയാ, ഞങ്ങൾ ഇവിടെ തന്നെ ഉണ്ട്. നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് ചിന്തിപ്പാനായിട്ട് ഇന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല. സാഹചര്യങ്ങൾ നമുക്ക് എല്ലാവർക്കും അറിയാം. ദൈവം അത് വിളിച്ച് ആദാമിനെ എവിടെയെന്ന് ചോദിക്കേണ്ട സാഹചര്യം വരുന്നത് എന്തുകൊണ്ട്? ദൈവത്തിന്റെ കൽപ്പന അനുസരിക്കാത്തത് കൊണ്ട്. പ്രപഞ്ചത്തെ മുഴുവൻ സൃഷ്ടിച്ച ദൈവത്തിന്റെ വാക്കുകൾക്ക് വില കൊടുക്കാതെ
സ്വർഗത്തിലെ ശബ്ദത്തിന് വില കൊടുക്കാതെ, സ്വർഗത്തിന്റെ പ്രത്യേകത അവിടെ ദൈവമുണ്ടെന്നുള്ളതാണ്. ദൈവത്തിന്റെ വാക്കുകൾക്ക് വില കൊടുക്കാതെ സ്വന്തം വാക്കുകൾക്ക് അല്ലെങ്കിൽ ദൈവമല്ലാത്തതിന്റെ വാക്കുകൾക്ക് വില കൊടുത്തത് കൊണ്ട്, ദൈവകൽപ്പന ലംഘിച്ചത് കൊണ്ട് മനുഷ്യനെ ദൈവം അന്വേഷിച്ചു വരുന്നതായിട്ട് കാണുന്നു. ഇന്ന് പകൽ എന്നെയും നിങ്ങളെ ദൈവം അന്വേഷിച്ച് വരേണ്ട അവസ്ഥയിൽ നമ്മൾ എവിടെയൊക്കെ ഒളിച്ചിരിക്കുകയാണോ? ദൈവസ്ഥനെ നമ്മൾ എവിടെയൊക്കെ മറഞ്ഞിരിക്കുകയാണോ? എങ്കിൽ ഇന്ന് പകൽക്കാലം അനുദവിച്ച് നിലവിളിയോടെ ദൈവസ്ഥലേക്ക് മടങ്ങി വന്നാൽ നമ്മെ മകനാക്കി മകളാക്കി എന്റെ കർത്താവ് അംഗീകരിക്കാൻ ഇടയായിരിക്കും. നമ്മുടെ ദൈവത്തിന്റെ മാത്രം ഒരു പ്രത്യേകതയാണ്, അത് ഏത് തെറ്റ് ചെയ്താലും അനുതാപത്തോടെ നിലവിളിയോടെ മടങ്ങി വന്നാൽ കർത്താവ് നമ്മെ സ്വീകരിക്കും. അതിന് ഉദാഹരണമായി പത്രോസിനോട് യേശു ജീവിച്ചിരുന്നപ്പോൾ പറഞ്ഞു, ഇന്ന് ഇടയനെ വെട്ടും ആടുകൾ ചിതറും, അതുകൊണ്ട് മനുഷ്യപുത്രൻ അതിനെ പാപികളിൽ ഏൽപ്പിക്കപ്പെടാൻ പോവുകയാണ് എന്ന് പറഞ്ഞപ്പോൾ പത്രോസ് പറഞ്ഞു, കർത്താവേ, മരിക്കേണ്ടി വന്നാലും ഞങ്ങൾ നിന്നെ വിട്ട് പോകയില്ല. അതേ പത്രോസ് ഒരു രാത്രിയിൽ കോഴി കൂകും മുമ്പ് 3 പ്രാവശ്യം യേശുവിനെ തള്ളിപ്പറഞ്ഞു. യേശുവിനെ തള്ളിപ്പറഞ്ഞ ആ പത്രോസ് അനുദപിച്ച് കരഞ്ഞ് മടങ്ങി വന്നപ്പോൾ അത് പത്രോസിന്റെ ഒറ്റ പ്രസംഗം കൊണ്ട് 3000 പേർ സ്നാനപ്പെടുവാൻ ഇടയായി. അപ്പൊ ഇന്ന് പകൽ അനുദപിക്കുവാൻ യേശുവിന്റെ സുവിശേഷം 5-ൽ പറയുന്ന ഒരു ഉപമയുണ്ട്. ഒരപ്പന്റെ ഇളയ മകൻ കിട്ടാവുന്ന മുഴുവൻ സമ്പത്തും സ്വരൂപിച്ച് ദൂരദേശത്തേക്ക് പോയി. അവൻ മടങ്ങി വന്നപ്പോൾ ഓടിച്ചെന്ന് അവനെ ആലിംഗനം ചെയ്യുന്ന ഒരു പിതാവിനെ കുറിച്ച്, തന്റെ സമ്പത്ത് മുഴുവൻ നഷ്ടപ്പെടുത്തി അപ്പന്റെ വാക്ക് കേൾക്കാതെ അതേ കുടുംബം വിട്ട് ഇറങ്ങിത്തിരിച്ച, കുടുംബത്തിന് അപമാനമാക്കി മാറിയ ആ യൗവനക്കാരൻ മടങ്ങി വരുവാൻ തീരുമാനിച്ചപ്പോൾ, അവൻ അനുദപിക്കുവാൻ തീരുമാനിച്ചപ്പോൾ, അവനെ സ്വീകരിപ്പാൻ ഒരുക്കമുള്ള ഒരു അപ്പനെ കുറിച്ച് കർത്താവ് നമ്മെ പഠിപ്പിക്കുന്നത്. ഇന്ന് പകൽക്കാല അനുതാപത്തോടെ മടങ്ങി വരുന്നവനെ സ്വീകരിപ്പാൻ ഇന്ന് എന്റെ കർത്താവ് ഒരുങ്ങി കാത്തിരിക്കുകയാണ്. നമ്മുടേതായ കുറവുകൾ ഏറ്റുപറഞ്ഞ് അതേ തീരുമാനത്തോടെ മടങ്ങി വന്നാൽ എന്റെ കർത്താവ് നമ്മെയും സ്വീകരിപ്പാൻ ഇടയായി തീരും. ആദാമിനെ ദൈവം അന്വേഷിക്കുന്നത് നീ എവിടെ എന്ന് ചോദിക്കാൻ കാരണം ദൈവ കൽപ്പന ലംഘിച്ചത് കൊണ്ടാണ്. ഉൽപ്പത്തി പുസ്തകം 4-ാം അധ്യായത്തിന്റെ 6-ാമത് വാക്യം വായിക്കുമ്പോൾ, ഉൽപ്പത്തി പുസ്തകം 4-ാം അധ്യായം 6-ാമത് വാക്യം, കയീനോട് നീ കോപിക്കുന്നത് എന്തിന്? നിന്റെ മുഖം വാടുന്നതും എന്ന്. നീ കോപിക്കുന്നത് എന്തിനാ? ഇവിടെ കയീനോട് ദൈവം ചോദിക്കുക, നീ എന്തിനാ കോപിക്കുന്നത്? ദൈവത്തോട് കോപിക്കുന്ന ഒരു മനുഷ്യനെ കുറിച്ചാണ് അവിടെ കാണാൻ കഴിയും. എന്തുകൊണ്ട് അവൻ ദൈവത്തോട് കോപിക്കേണ്ടി വന്നു? അവൻ ദൈവസന്നിധിയിൽ അവിശ്വസ്തനായി തീർന്നത് കൊണ്ട്. ദൈവത്തെ ആരാധിക്കുന്ന ആരാധന ദൈവമാണ് അംഗീകരിക്കുന്നത്. എന്റെ പ്രാർത്ഥന അംഗീകരിക്കുന്നത് എന്റെ പ്രാസമർപ്പിച്ചുള്ള പ്രാർത്ഥന കൊണ്ടല്ല, പിന്നെയോ എന്റേതായ നീട്ടിയുള്ള പ്രാർത്ഥന കൊണ്ടുമല്ല. എന്റെ ഹൃദയത്തിൽ ദൈവത്തിന് പ്രസാദം തോന്നിയാൽ, നിന്റെ ഹൃദയം ഒന്ന് ഞരങ്ങിയാൽ മതി, ദൈവം പ്രസാദിക്കും. ഹന്നയുടെ ഹൃദയത്തിന്റെ ഞരക്കത്തെ കർത്താവ് ഒപ്പിയെടുത്തതുപോലെ ഇന്ന് പകൽക്കാലം വചനം പറയുന്നു, ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ, മനസ്സ് തകർന്നവരെ അവൻ രക്ഷിക്കുന്നു. നമ്മുടെ കർത്താവ് രക്ഷിക്കുന്ന കർത്താവാണ്. രക്ഷിപ്പാൻ കഴിയാതെ വണ്ണം കർത്താവിന്റെ കരം കുറുകിപ്പോയിട്ടില്ല. കേൾപ്പാൻ കഴിയാതെ വണ്ണം ദൈവത്തിന്റെ ചെവി മന്ദമായി പോയിട്ടുമില്ല. കയീനെ ദൈവം വിളിക്കേണ്ടി വന്നു. എന്തുകൊണ്ട്? തന്റെ ആരാധന ദൈവം പ്രസാദിച്ചില്ല എന്ന് ബോധ്യപ്പെട്ടപ്പോൾ തന്റെ സഹോദരനെതിരെ അവൻ കോപം സംഗ്രഹിച്ചു വച്ചു. ദൈവം കയീനെ വിളിക്കുമ്പോൾ, അതിന്റെ 9-ാം വാക്യം കൂടെ വായിക്കാം. പിന്നെ യഹോവ കയീനോട്, നിന്റെ അനുജനായ ഹാബേൽ എവിടെയെന്ന് ചോദിച്ചതിന് ഞാൻ അറിയുന്നില്ല, ഞാൻ എന്റെ അനുജന്റെ കാവൽക്കാരനോ എന്ന് അവൻ പറഞ്ഞു.
മൂത്ത സഹോദരൻ ഇളയ സഹോദരന്റെ കാവൽക്കാരനാണ്. അവൻ പറയുകയാ, ഞാൻ എന്റെ അനുജന്റെ കാവൽക്കാരനാണോ എന്ന് ദൈവത്തോട് മറുതലിക്കുന്നതായിട്ടാണ് അവിടെ കാണുന്നത്. അതുകൊണ്ട് ദൈവം അവനോട് ചോദിക്കുക, കയീനെ, നിന്റെ സഹോദരൻ എവിടെ? വേദപുസ്തകം പഠിക്കുമ്പോൾ ധാരാളം ഇടത്ത് ദൈവം സംസാരിക്കുന്നുണ്ട്. ദൈവം എന്നെയും നിങ്ങളെയും വിളിക്കുമ്പോൾ നല്ലവനും വിശ്വസ്തനുമായ ദാസനെ എന്ന് വിളിക്കുവാൻ ദൈവത്തിന് കഴിയണം. അതാണ് നമുക്ക് അനുഗ്രഹം. അല്ലാതെ ആദാമിനെ അന്വേഷിച്ചതുപോലെ നീ എവിടെയെന്ന് ചോദിച്ച് ദൈവം തപ്പി നടക്കാനുള്ള സാഹചര്യം നമ്മൾ ഉണ്ടാക്കരുത്. കയീനോട് ദൈവം ചോദിക്കാൻ, നിന്റെ സഹോദരൻ എവിടെയെന്ന് ചോദിച്ചപ്പോൾ ദൈവത്തോട് തക്കുന്ന ഉത്തരം പറയുന്നവരായി നമ്മൾ മാറരുത്. ദൈവത്തെ ചോദ്യം ചെയ്യുവാൻ ഒരു മനുഷ്യനും അവകാശമില്ല. നമ്മുടെ ദൈവം അത്ഭുതങ്ങളുടെ ദൈവമാണ്. ദൈവത്തിന്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കുന്ന ദൈവമക്കളെ നമുക്ക് വേണ്ടി പ്രവർത്തിപ്പാൻ ദൈവം സർവശക്തനായ ദൈവമാണ്. അപ്പൊ ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ല. ഇന്ന് പകൽക്കാലം ദൈവസനി ഒന്ന് വിധേയപ്പെട്ടു കൊടുക്കുവാൻ, ദൈവസനി വിധേയപ്പെട്ടു കൊടുക്കുവാൻ ആര് തയ്യാറാകുന്നു അവർക്ക് വേണ്ടി പ്രവർത്തിപ്പാൻ ദൈവം സർവശക്തനാണ്. ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായം അതിന്റെ 9-ാമത് വാക്യം. നോഹയുടെ വംശപാരമ്പര്യം എന്തെന്നാൽ, നോഹ നീതിമാനും തന്റെ തലമുറയിൽ നിഷ്കളങ്കനുമായിരുന്നു. നോഹ ദൈവത്തോട് കൂടെ നടന്നു. നോഹയുടെ വംശപാരമ്പര്യം ദൈവം പറയുമ്പോൾ വേദപുസ്തകം പഠിപ്പിക്കുന്നത് ആരംഭം മുതലാണ് പറയുന്നത്. ആദാം മുതലാണ് നോഹയുടെ വംശപാരമ്പര്യം ആരംഭിക്കേണ്ടുന്നത്. ആദാം ദൈവത്തിന്റെ കൽപ്പന ലംഘിച്ച് ദൈവസന്നിധി വീണുപോയത് കൊണ്ട് അവനെ കുറിച്ച് ദൈവം നോഹയുടെ വംശപാരമ്പര്യത്തിൽ പറയുന്നില്ല. കഴിഞ്ഞ ദിവസം എന്നെ ചിന്തിപ്പിച്ച മറ്റൊരു ഭാഗം, ഹാനോക്ക് ദൈവത്തോട് കൂടെ നടന്നു 3.5 വർഷക്കാലം. 300 സംവത്സരം ഹാനോക്ക് ദൈവത്തോട് കൂടെ നടന്നിട്ട് എന്ത് ഹാനോക്കിനെങ്കിലും തന്റെ വല്യപ്പച്ചനായിട്ട് ദൈവം അംഗീകരിച്ചില്ല. ആദാം വീണുപോയത് മുഖാന്തരം ആ നോഹയുടെ തൊട്ട് മുമ്പിലുള്ള പിതാവിനെ പോലും, ലാമേക്കിനെ പോലും നോഹയുടെ വംശപാരമ്പര്യത്തിൽ ദൈവം അംഗീകരിച്ചില്ല എന്നുള്ളതാണ്. എന്നിട്ട് ദൈവമക്കളെ, നാം ദൈവത്തിന്റെ സന്നിധിയിൽ വിശ്വസ്തയോടെ ജീവിച്ചില്ല എങ്കിൽ, വചനത്തിൽ നിന്ന് വിട്ടുപോയാൽ ദൈവത്തിന് നമ്മെ ഓർക്കാൻ കഴിയാതെ പോകും. ആദാം ദൈവത്തിന് വീണുപോയത് കൊണ്ട് അത് നോഹയെ കുറിച്ച് 7-ന്റെ 1 വായിക്കാം. അനന്തരം യഹോവ നോഹയോട് കൽപ്പിച്ചതെന്തെന്നാൽ, നീയും സർവ്വ കുടുംബവുമായി പെട്ടകത്തിൽ കടക്കാം. ഞാൻ നിന്നെ ഈ തലമുറയിൽ എന്റെ മുമ്പാകെ നീതിമാനായി കണ്ടിരിക്കുന്നു. ദൈവസന്നിധിയിൽ നീതിമാനായി കണ്ട നോഹയുടെ വംശപാരമ്പര്യം 6-ന്റെ 9 ഒന്നുകൂടെ വായിക്കാം. നോഹയുടെ വംശപാരമ്പര്യം എന്തെന്നാൽ, നോഹ നീതിമാനും തന്റെ തലമുറയിൽ നിഷ്കളങ്കനുമായിരുന്നു. നോഹ ദൈവത്തോട് കൂടെ നടന്നു. ദൈവത്തോട് കൂടെയുള്ള വാസം, ദൈവം എന്ത് പറയുന്നു അതിന് യെസ് പറയുവാൻ നമ്മൾ തയ്യാറായാൽ നമ്മെ ഒരു പുതിയ അധ്യായം ആരംഭിക്കും. കർത്താവിന്റെ വചനം, മുമ്പുള്ളവയെ വിചാരിക്കേണ്ട, പണ്ടുള്ളവയെ ഓർക്കേണ്ട, ഞാനിതാ പുതിയതൊന്ന് ചെയ്യുന്നു. ദൈവം നമുക്ക് വേണ്ടി പുതിയത് ചെയ്യുവാൻ ആഗ്രഹിക്കുക. നമ്മുടെ പിതാക്കന്മാരുടെ പാപം ദൈവം കണക്കിടാതെ നമുക്ക് അനുഗമിക്കുവാനും കരയുവാനും അത് മടങ്ങി വരുവാനും തയ്യാറാണെങ്കിൽ നമ്മിൽ ഒരു പുതിയ അധ്യായം ദൈവം ആരംഭിക്കും. ഇന്ന് പകൽക്കാലം വചനം നമ്മെ അതാണ് പഠിപ്പിക്കുന്നത്. അബ്രഹാം അത് ആദാം മുതൽ പറയേണ്ടുന്ന വംശപാരമ്പര്യം ദൈവം കട്ട് ചെയ്തിട്ട് നോഹയിൽ നിന്ന് ആരംഭിക്കുക. നോഹ ദൈവത്തിന്റെ സ്ഥലം നീതിമാനായി കണ്ടു. തുടർന്ന് അടുത്ത അധ്യായങ്ങളിലേക്ക് വരുമ്പോൾ നോഹയും വീഞ്ഞു കുടിച്ച് മത്തനായി കിടന്നു. അതുകൊണ്ട്
ദൈവത്തിന്റെ വചനം കേട്ട്, ദൈവത്തിന്റെ കൽപ്പന കേട്ട് ഇറങ്ങിത്തിരിച്ച അബ്രഹാമിനെ കുറിച്ച് ദൈവം വെളിപ്പെടുത്തുമ്പോൾ ദൈവം നോഹയെ തള്ളിക്കളഞ്ഞു. ദൈവ ശബ്ദം കേട്ട് അബ്രഹാം ഇറങ്ങിത്തിരിച്ചപ്പോൾ അതിനു മുമ്പുള്ള സകലത്തെയും ദൈവം മറന്നു കളഞ്ഞെങ്കിൽ ഇന്നലെയുള്ള സകലത്തെയും മറന്നിട്ട് ഇന്ന് പകൽക്കാലം ഒരു പുതിയ അധ്യായം ആരംഭിക്കുവാൻ എത്ര പേർ തയ്യാറാകുന്നു? എന്നിലൂടെ അത് ആരംഭിക്കണം, എന്റെ തലമുറകളിലൂടെ അത് ആരംഭിക്കണം. ദൈവത്തെ വെളിപ്പെടുത്തുന്നത് അബ്രഹാമിന്റെയും ഇസഹാക്കിന്റെയും യാക്കോബിന്റെയും ദൈവമെന്നാണ്. ആദാമിന്റെ ദൈവമെന്നല്ലേ ദൈവത്തെ വെളിപ്പെടുത്തേണ്ടുന്നത്? ദൈവത്തോടുകൂടെ 300 സംവത്സരം നടന്ന ഹാനോക്കിന്റെ ദൈവത്തെയല്ലേ ദൈവം വെളിപ്പെടുത്തേണ്ടുന്നത്? ദൈവത്തിന്റെ കൽപ്പന അനുസരിച്ച് ദൈവത്തിന് നീതിമാനായി കണ്ട നോഹയിലൂടെയല്ലേ ദൈവം വെളിപ്പെടുത്തേണ്ടുന്നത്? ആദാമിനെ ദൈവം മറന്നു, ഹാനോക്കിനെ ദൈവം മറന്നു, നോഹയെ ദൈവം മറന്നു. എന്നെയും നിങ്ങളെ ദൈവം മറന്നു കളയുമോ? ഭയത്തോടെ ചിന്തിക്കേണ്ട കാര്യമാണ്. ഈ വചനം ദൈവം തന്ന ചില ദിവസങ്ങളായി പ്രാർത്ഥന മുറിക്കാൻ ഞാൻ കണ്ണുനീരോടെയാണ് ഈ വചനം ധ്യാനിച്ചത്. എനിക്ക് തന്നെ ഭയമായി പോയി. കർത്താവേ, എന്നെ ദൈവം മറന്നു കളയുമോ? ഇല്ല. ദൈവത്തിന്റെ സനി മടങ്ങി വരുവാൻ തയ്യാറാണെങ്കിൽ, അനുഗമിക്കുവാൻ തയ്യാറാണെങ്കിൽ, ദൈവവചനത്തിന് മുമ്പിൽ സമർപ്പിക്കപ്പെടുവാൻ ആര് തയ്യാറാകുന്നു? അവരെ ദൈവം ഓർക്കുന്ന ദൈവം, അബ്രഹാമിനെ ഓർത്ത ദൈവം നമ്മെ ഓർക്കുവാൻ വിശ്വസ്തനായ ദൈവമാണ്. ദൈവം നമ്മെ മറന്നു കളയുവാൻ അനീതിയുള്ള ദൈവമല്ല. അബ്രഹാമിനെ ആരംഭിക്കുകയാണ്. തുടർന്ന് ലേഖനത്തിൽ പൗലോസ് പറയുന്നു, അബ്രഹാമിന്റെ അനുഗ്രഹം ക്രിസ്തുയേശുവിൽ ജാതികൾക്ക് വെളിപ്പെടേണ്ടതിന് ദൈവം അവനെ സ്നേഹിച്ചു. ദൈവം മുഖാന്തരം നമ്മെ സ്നേഹിച്ചു. അബ്രഹാമിന്റെ അനുഗ്രഹം ക്രിസ്തുയേശുവിലൂടെ ജാതികളായി നമുക്ക് വെളിപ്പെട്ട് കിട്ടിയത് കൊണ്ടാണ് അപ്പാ പിതാവേ എന്ന് വിളിച്ചുകൊണ്ട് ആ കർത്താവിന്റെ ചെല്ലുവാനുള്ള ഭാഗ്യം ലഭിച്ചത്. എന്റെ അബ്രഹാമിന് മുമ്പിലുള്ള നീതിയോടെ ജീവിച്ച നോഹയെ പോലെ ദൈവം മറന്നു കളഞ്ഞു. ഇന്ന് പകൽക്കാലം നമ്മെ ദൈവം ഒരിക്കലും മറന്നു പോകരുത്. ആദാമിനെ അന്വേഷിച്ചവനെ അന്വേഷിച്ചടക്കേണ്ടി വരുമോ? നമ്മുടെ പേര് പറഞ്ഞ് കർത്താവ് വിളിക്കുന്ന ദിവസം നമുക്ക് അനുഗ്രഹമായി മാറണം. അതാണ് ഒരു ദൈവപൈതന്റെ ജീവിതത്തിൽ ഏറ്റവും പ്രത്യാശയുള്ള അനുഭവം. ഒരപ്പൻ ഒരു മകനെ വിളിക്കുമ്പോൾ പല ടോണിലാണ് വിളിക്കുന്നത്, അല്ലേ? സ്നേഹത്തോടെ വിളിക്കുന്നതുണ്ട്, കരുണയോടെ വിളിക്കുന്നതുണ്ട്, ദേഷ്യഭാവത്തിൽ വിളിക്കുന്നതുണ്ട്, പിന്നെ ചില നിയന്ത്രണങ്ങളോട് വിളിക്കുന്നതുണ്ട്. ആ വിളിക്കുന്ന വിളി കേൾക്കുമ്പോ അറിയാം കുഞ്ഞുങ്ങൾ അടുത്ത് വരാൻ അല്പം മടിക്കും ചിലപ്പോ. എന്താ? പപ്പയുടെ സ്വരം അത്ര നല്ലതല്ല, എവിടെയോ കറക്ഷൻ വന്നു. ആ കറക്ഷൻ കണ്ടുപിടിച്ച് തിരുത്തിയാൽ അപ്പന്റെ ആ വാക്കുകൾ മൃദുവായി തീരും. ഇന്ന് പകൽ തെറ്റ് ആര് ചെയ്താലും തെറ്റാണ്. പക്ഷെ ദൈവത്തിൽ ഏറ്റുപറഞ്ഞ് നിരപ്പ് പ്രാപിച്ച് ഈ പകൽക്കാലം ദൈവത്തോടൊരു നല്ല ബന്ധത്തിലായി തീർന്നാൽ കർത്താവ് നമ്മെ അനുഗ്രഹിക്കുവാൻ ഇന്നും ശക്തനാണ്. കർത്താവിന്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കുന്ന ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിൽ ചില പ്രയാസങ്ങളും പ്രതിസന്ധികളും വരുമ്പോൾ നമ്മൾ ഓർക്കണം, അത് എന്റെ കുടുംബത്തിനകത്തൊരു വിഷയം വരുമ്പോൾ ഒരുപക്ഷെ എന്റെ മാനസാന്തരത്തിന് വേണ്ടിയിട്ടായിരിക്കാം. അത് ഞാൻ മാനസാന്തരപ്പെടാൻ ദൈവം ആഗ്രഹിക്കുന്നു. ഞാൻ മാനസാന്തരപ്പെട്ടാലേ വിഷയത്തിന് പരിഹാരം വരികയുള്ളൂ. അതിനല്ലാതെ വേറെ വഴിയില്ല. അത് ദൈവവചനത്തിന്റെ വ്യവസ്ഥയാണ്. എവിടെയൊക്കെയോ ആരൊക്കെയോ അനുദപിക്കുവാൻ തയ്യാറായോ അവിടെയെല്ലാം വിടുതൽ നടന്നിട്ടുണ്ട്. നമുക്കൊന്നൊന്ന് അനുദപിക്കുവാൻ, അനുദപിച്ചൊന്ന് കരയുവാൻ നമുക്ക് മനസ്സുണ്ടോ? ഞാൻ തെറ്റിപ്പോയി കർത്താവേ എന്ന് പറയുവാൻ എത്ര പേരാണ് തയ്യാറാണ്? ഞാൻ പെർഫെക്റ്റ് ആണെന്ന് പറയുന്നിടത്തോളം ദൈവത്തിന് പ്രവർത്തിപ്പാൻ കഴിയുകയില്ല.
ഒരു ദേവദാസൻ പ്രസംഗിച്ചത് കടമെടുത്ത് പറയട്ടെ, ഒഴിഞ്ഞിരിക്കുന്ന ഒരു കുടത്തെ നിറയ്ക്കാൻ എളുപ്പമാണ്, നിറഞ്ഞ കുടത്തെ നിറച്ചാൽ അത് നഷ്ടമായി പോകും. കർത്താവിന്റെ സന്നിധിയിൽ നിന്ന് പ്രാപിച്ച ദൈവകൃപ ഒഴുക്കിക്കളയാനല്ല ദൈവം ആഗ്രഹിക്കുന്നത്. ദൈവസന്നിധിയിൽ നമ്മുടെ കുറവുകൾ ഏറ്റുപറഞ്ഞ് ആ ഭാഗം കർത്താവിന്റെ കൃപ കൊണ്ട് ഫില്ല് ചെയ്താൽ നമ്മെ വിളിക്കുന്ന വിളി വളരെ അനുഗ്രഹിക്കപ്പെട്ട വിളിയായിരിക്കും. ഞാൻ ഒരിക്കലും ഒരു ഡ്രൈവിംഗ് ടെസ്റ്റ് കഴിഞ്ഞ ഒരു സഹോദരനോട് ഒന്ന് പറഞ്ഞു, KSRTC ബസ്സിന്റെ ഡ്രൈവിംഗ് ടെസ്റ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്. 4 ബുക്ക് കൂടുന്ന ഒരു നല്ല ജംഗ്ഷനിൽ എത്തിയപ്പോ അതിന്റെ ഓഫീസർ 2 സീറ്റിന്റെ പുറകെ ഇരുന്ന് ആ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുന്ന ആ സഹോദരനെ തന്റെ അമ്മ വിളിക്കുന്നതിനേക്കാൾ വളരെ ലാളിത്യത്തോടെ അവന്റെ പേരൊന്ന് വിളിച്ചു. ആ സഹോദരൻ എന്ന് പറഞ്ഞത്, പല പ്രാവശ്യം എനിക്ക് തിരിഞ്ഞു നോക്കണമെന്നുണ്ടായിരുന്നു, പക്ഷെ അവൾ തിരിഞ്ഞു നോക്കിയാൽ അവൻ ഫെയിലായി പോകും. അവിടെ വെച്ച് തിരിഞ്ഞു നോക്കാനായിട്ട് എന്ത് ചെയ്യാൻ പാടില്ലാത്ത സ്ഥലം ഡ്രൈവർമാർക്കറിയാം. അങ്ങനെ തിരിഞ്ഞു നോക്കാൻ പാടില്ലാത്ത സ്ഥലത്ത് വരുമ്പോഴേ ഇവർ വിളിക്കുള്ളൂ നമ്മളെ എങ്ങനെയെങ്കിലും തോൽപ്പിക്കാൻ. ഇത് ശത്രുവിന്റെ ഒരു തന്ത്രമാണ്. നമ്മൾ എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷപ്പെടണമെന്ന് ആഗ്രഹിച്ച് ഇനി ദിവസം വായിക്കണം, പ്രാർത്ഥിക്കണം, എല്ലാ കൂട്ടായ്മയ്ക്കും പോകണം, ദൈവസന്നിധിയിൽ ഒരു തീരുമാനമൊക്കെ ഇങ്ങോട്ട് മുമ്പോട്ട് വരുമ്പോഴായിരിക്കും ഒന്നുമില്ലെങ്കിൽ കാലിനൊരു വേദന, രാവിലെ എണീക്കാൻ പറ്റില്ല. ഇത് ശത്രുവിന്റെ തന്ത്രമാണ്. അത് തിരിച്ചറിഞ്ഞ് ഇല്ല, 2 കാല് ദൈവം തന്നെങ്കിൽ ഒരു പേരില്ലെങ്കിൽ നടക്കാൻ പറ്റുമെന്ന് വിശ്വസിക്കാൻ കഴിഞ്ഞാൽ പിശാച് നിങ്ങൾ ജയിച്ചു. പക്ഷെ അവന്റെ തന്ത്രം, നമ്മൾ വിചാരിക്കുന്ന തന്ത്രങ്ങളെ കുറിച്ച് നമ്മൾ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്. അവനിങ്ങനെ പല തന്ത്രങ്ങളുമായിട്ട് വരുമ്പോൾ നമ്മൾ പെട്ടുപോകുകയാണ്, നമ്മൾ തോറ്റുപോകുകയാണ്. ദൈവത്തെക്കാൾ, ദൈവവചനത്തെക്കാൾ, ദൈവിക കൂട്ടായ്മയേക്കാൾ, ദൈവിക ആരാധനയേക്കാൾ നമുക്ക് നമ്മുടെ ലോകമാണ് വലുതെങ്കിൽ എങ്ങനെ സ്വർഗത്തിൽ പോകാൻ പറ്റും? നമ്മുടെ വിഷയങ്ങളാണ് വലുതെങ്കിൽ എങ്ങനെ ദൈവരാജ്യത്തിലെത്താൻ കഴിയും? മുമ്പേ അവന്റെ രാജ്യവും നീതിയും അന്വേഷിച്ചാൽ അതോടൊപ്പം സകലവും തരാമെന്ന് ദൈവം വാഗ്ദത്തം ചെയ്യുമ്പോൾ ദൈവത്തിന്റെ വാഗ്ദത്തങ്ങളെ പ്രാപിച്ചെടുക്കുവാൻ നമ്മൾ അനുതാപത്തോടെ ദൈവത്തിലേക്ക് മടങ്ങി വരേണം. നമ്മുടെ കുഞ്ഞുങ്ങൾ തെറ്റ് കാണിച്ച് നമ്മൾ ശിക്ഷിക്കാറുണ്ട്. എന്തിനാ ശിക്ഷിക്കുന്നത്? ആ തെറ്റ് പിന്നെയും ആവർത്തിക്കാതിരിക്കുവാൻ. ആദ്യം നമ്മൾ ശാസിക്കും, പിന്നെ അല്പം കൂടെ ദേഷ്യപ്പെട്ട കാര്യങ്ങൾ പറയും, പിന്നെ ഇല്ലെങ്കിൽ വഴിയെടുക്കും. എന്തിനാ? ആ തെറ്റ് അവൻ ഇനി ആവർത്തിക്കാതിരിക്കാൻ. കർത്താവ് നമ്മെ പലപ്പോഴും ഇതുപോലെ ശാസിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്, പക്ഷെ നമ്മളത് കൂട്ടാക്കുന്നില്ലെന്നുള്ളതാണ്. യേശു കർത്താവ് ജീവിച്ചിരിക്കുമ്പോൾ യേശു കർത്താവിന്റെ മരണത്തെക്കുറിച്ചും പുനരുദ്ധാരണത്തെക്കുറിച്ചും ഒക്കെ യേശു ശിഷ്യന്മാരോട് സംസാരിച്ചു. പക്ഷെ യേശു കർത്താവ് മരിച്ച് കല്ലറയ്ക്കകത്ത് അടയ്ക്കപ്പെട്ടപ്പോഴേക്കും യേശുവിന്റെ ശിഷ്യന്മാരൊക്കെ മറന്നു. യേശുവിന്റെ മരണം കഴിഞ്ഞ കൂടെ തന്നെ പത്രോസ് പറയാ, ഞാൻ മീൻ പിടിക്കാൻ പോകുക, നിങ്ങൾ വരുന്നത് പോര്. യേശുവിനെ കൂടെ 3.5 വർഷക്കാലം നടന്ന ദൈവരാജ്യത്തിന്റെ തക്കോലൊക്കെ സമ്മാനം അതേ വാഗ്ദത്തം ചെയ്ത പത്രോസ് ഒന്നാമത് പറഞ്ഞു, ഞാൻ പോകുകയാ. എന്താ? കർത്താവ് പറഞ്ഞ കാര്യങ്ങൾ അവിടെ മനസ്സിൽ ഇല്ലാതെ നഷ്ടപ്പെട്ടു പോയി. കർത്താവ് പറഞ്ഞ വാക്കുകൾക്ക് അവർക്ക് വിശ്വസിക്കാൻ കഴിയാതെ പോയി. നമ്മുടെ ക്രിസ്തീയ ജീവിതം പലപ്പോഴും ഇങ്ങനെയല്ലയോ? ലോക മനുഷ്യൻ എന്ന് പറയുന്നത്, അയൽവാസി എന്ന് പറയുന്നത് കേൾക്കാൻ നമുക്ക് താല്പര്യമുണ്ട്. ദൈവം എന്ന് പറഞ്ഞു എന്ന് കേൾക്കാൻ നമുക്ക് താല്പര്യമുണ്ടോ? ദൈവത്തിന്റെ വചനം ജീവനും ചൈതന്യമുള്ളതാണ്. ദൈവവചനം നമ്മെ ബലപ്പെടുത്തുന്നതാണ്, നമ്മെ ശക്തീകരിക്കുന്നതാണ്, നമ്മെ ധൈര്യപ്പെടുത്തുന്നതാണ്. ദൈവത്തിന്റെ വചനം നമ്മുടെ ജീവനാണ്. വചനം ജഡമായി തീർന്ന കർത്താവ് നമ്മോടൊപ്പം ഉള്ളത് കൊണ്ട് നമുക്ക് ഈ കർത്താവിനടുക്കലേക്ക് ഏതു സമയത്തും ഓടിച്ചെല്ലുവാനുള്ള ഭാഗ്യമുണ്ട്. 2-ാം സങ്കീർത്തനം 7-ാമത് വാക്യം വായിക്കുമ്പോൾ, 2-ാം സങ്കീർത്തനം 7-ാം വാക്യം, ഞാനൊരു നിർണയം പ്രസ്താവിക്കുന്നു,
യഹോവ എന്നോട് അരുളി ചെയ്തത്, നീ എന്റെ പുത്രൻ, നീ എന്റെ പുത്രൻ, ഇന്ന് ഞാൻ നിന്നെ ജനിപ്പിച്ചിരിക്കുന്നു. ദൈവത്തിന്റെ ശബ്ദം, നീ എന്റെ പുത്രൻ, ഇന്ന് ഞാൻ നിന്നെ ജനിപ്പിച്ചിരിക്കുന്നു. നമുക്ക് എന്നെ നോക്കി കർത്താവിന് പറയാൻ കഴിയുമോ, നീ എന്റെ പുത്രനാണ്, നീ എന്റെ പുത്രിയാണെന്ന്? അങ്ങനെ യോഹന്നാൻ സുവിശേഷം 1:12 പറയുന്നത്, യേശുവിനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവ മക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു. ദൈവം തരുന്ന അധികാരമാണത്, ദൈവ മക്കൾ എന്നുള്ള പദവി. ആ പദവിയിലേക്ക് ദൈവം നമ്മെ ആക്കി തീർക്കുമ്പോൾ നമ്മളായിട്ട പദവി നഷ്ടപ്പെടുത്തരുത്. ദൈവത്തിന്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കുന്ന ദൈവമക്കളെ, ദൈവത്തിന്റെ ശബ്ദം അനുദിനം കേട്ട് മുന്നേറുവാൻ നമുക്ക് കഴിയണം. മർക്കോസ് സുവിശേഷം 9-ാം അധ്യായം അതിന്റെ 7-ാമത് വാക്യം. മർക്കോസ് സുവിശേഷം 9-ാം അധ്യായം 7-ാമത് വാക്യം. പിന്നെ ഒരു മേഘം വന്ന് അവരുടെ മേൽ നിഴലിട്ടു. ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവന് ചെവി കൊടുപ്പിൻ എന്ന് മേഘത്തിൽ നിന്ന് ഒരു ശബ്ദവും ഉണ്ടായി. മർക്കോസ് 1:11 കർത്താവ് പറയുന്നു, ഇവൻ എന്റെ പുത്രൻ. പക്ഷേ 9-ാം അധ്യായം 7-ാം വാക്യത്തിൽ കർത്താവ് പറയുന്നു, ഇവൻ എന്റെ പ്രിയപുത്രൻ. എപ്പോഴാണ് പുത്രൻ പ്രിയപുത്രനായി മാറിയത്? യേശു കർത്താവ് സ്നാനം കഴിഞ്ഞ് കരയിലേക്ക് കയറി പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗം തുറക്കപ്പെട്ട് ദൈവം വിളിച്ചു പറഞ്ഞു, ഇവൻ എന്റെ പുത്രൻ, ഇവൻ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. 33.5 വർഷക്കാലത്തെ തന്റെ ജീവിതം കൊണ്ട് ദൈവം ആഗ്രഹിച്ച നിലയിൽ തന്റെ ജീവിതം പൂർത്തീകരിച്ച് മരണത്തെ മുഖാമുഖമായി കണ്ടുകൊണ്ട് മുഖത്തെ വിയർപ്പ് ചോരത്തുള്ളി പോലെയായി പ്രാർത്ഥിക്കുന്ന തൊട്ട് മുമ്പ് തന്റെ തേരണം സംഭവിക്കുമ്പോൾ അതിനുള്ള ശക്തി താൻ ആർജിച്ചെടുക്കുമ്പോൾ ഏലിയാവും മോശയും തന്നോട് തന്റെ നിര്യാണത്തെ കുറിച്ച് സംസാരിക്കുന്നത് കേട്ട് കഴിഞ്ഞപ്പോൾ ഒരു വാക്കുപോലും പ്രതികാരം പറയാതെ അത് അനുസരിച്ച് വിനയപ്പെട്ട യേശുവിനെ നോക്കി പറയുന്നു, എന്റെ പുത്രനല്ല, എന്റെ പ്രിയപുത്രൻ. ജീവിതത്തിൻ്റെതായ ശോധനകളിലും ക്ലേശങ്ങളിലും പ്രതിസന്ധികളിലും ദൈവത്തിന്റെ വചനം വിട്ടുപോകാതെ, ദൈവ കൽപ്പന ഉപേക്ഷിക്കാതെ, ദൈവവചനത്തിൽ ശരണപ്പെട്ട പ്രാർത്ഥനയോടെ വിശുദ്ധ ജീവിതം നയിക്കുന്ന, ദൈവഹിതം പ്രവർത്തിക്കുന്ന ഒരു ദൈവ പൈതലിനെ എന്റെ പിതാവായ ദൈവം വിളിക്കുന്നത് പുത്രൻ എന്നല്ല, പുത്രി എന്നല്ല, എന്റെ പ്രിയപുത്രൻ, എന്റെ പ്രിയപുത്രി എന്നാണ്. ആ വിളിക്ക് ഓഹരിക്കാരായി നമ്മൾ മാറണം. ആ ശബ്ദം കേൾക്കുവാൻ നമ്മുടെ കാതോർക്കാൻ കഴിയണം. ദൈവത്തിന്റെ മക്കളായി നമ്മൾ മാറിയാൽ ദൈവത്തിന്റെ പ്രിയമക്കളായി മാറണം. വേദപുസ്തകം പഠിക്കുമ്പോൾ ഒരു സംഭവം ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താം. യാക്കോബിന് 12 മക്കളുണ്ടായി. പക്ഷേ അത് യോസേഫ് എന്ന് പറയുന്ന മകനെ യാക്കോബ് 11 മക്കളെക്കാളും അധികം സ്നേഹിച്ചു. അപ്പൻ അധികം സ്നേഹിച്ചതിന് ഒരു നിലയങ്കി തയ്പ്പിച്ചു കൊടുത്തു. എന്താ? 11 മക്കൾക്കില്ലാത്ത ദർശനവും വെളിപ്പാടും ജോസഫിനുണ്ടായിരുന്നു. അപ്പന്റെ ഇഷ്ടപുത്രനായിരുന്നു. അതുകൊണ്ട് സ്വന്തം സഹോദരങ്ങൾ അവനെ പകച്ചെങ്കിലും ഈ ലോകത്തിൽ 11 സഹോദരന്മാർ അനുഭവിച്ച കഷ്ടതയിലൂടെ അല്ലാതെ അധികം കഷ്ടത അനുഭവിക്കേണ്ടി വന്നെങ്കിലും, അടിമച്ചന്തയിൽ വിൽക്കപ്പെടേണ്ടി വന്നിട്ടും കാരാഗ്രഹത്തിൽ അടയ്ക്കപ്പെടേണ്ടി വന്നിട്ടും അപ്പന്റെ ഇഷ്ടപുത്രൻ ആ സ്വർഗത്തിലെ ദൈവത്തിന്റെ ദർശനം നഷ്ടപ്പെടുത്തിയില്ല. നമ്മുടെ ജീവിത സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ, വ്യത്യസ്തമായ ജീവിതപാതയിലൂടെ കടന്നു പോകുമ്പോൾ ദൈവം വിളിച്ച വിളിക്കൊത്തവണ്ണമാണോ നാം നിൽക്കുന്നത്? വചനത്തിന്റെ വ്യവസ്ഥ പ്രകാരം ജീവിക്കുന്ന ഒരു ദൈവ പൈതലിന് ദൈവം ഒരു ദിവസം പ്രിയ
മക്കളെ എന്ന് വിളിച്ച് നമ്മളെ വിളിച്ച് ഉയർത്തുന്ന ഒരു ദിവസമുണ്ട്. ആ കർത്താവിന്റെ ശബ്ദം കേൾക്കുന്നത് വരെ നമ്മൾ ദൈവസന്നിധിയിൽ താണിരിക്കണം. ജോസഫിനെ കുറിച്ച് സഹോദരന്മാർ അവന്റെ അധ്യായം അവസാനിച്ചു എന്ന് ചിന്തിച്ചപ്പോ തന്റെ മാതാപിതാക്കളും സഹോദരങ്ങളും ചാർച്ചക്കാരും തന്റെ അപ്പ ജോസഫ് മരിച്ചുപോയെന്നാണ് വിശ്വസിച്ചത്. അങ്ങനെയാ സഹോദരന്മാർ വിശ്വസിപ്പിച്ചത്. പക്ഷേ രൂപേനെ കൊണ്ടുപോകാൻ ചോദിക്കുമ്പോ ശിമിയോനെ കൊണ്ടുപോകാൻ അതെ ബെന്യാമീനെ കൊണ്ടുപോകാൻ ചോദിക്കുമ്പോ പറയുകയാണ് യോസേഫ് ഇല്ല, ശിമയോനും ഇല്ല, ഇനി ബെന്യാമീനും കൂടെ എനിക്ക് നഷ്ടമായാൽ എന്റെ നരയെ പാതാളത്തിൽ വേദനയോടെ ഇറങ്ങുമാറാക്കുമെന്ന് രൂപേനോട് പറയുമ്പോ അങ്ങനെ അനുവദിച്ചില്ല ദൈവം. പിന്നെയോ ദൈവത്തിന് ഒരു വലിയ പദ്ധതി ജോസഫ് മുഖാന്തരം ഉണ്ടായിരുന്നു. യാക്കോബ് എഴുന്നേൽക്കാൻ വയ്യാതെ കിടപ്പായിരുന്നു. പക്ഷേ ജോസഫ് ജീവിച്ചിരിക്കുന്നു എന്ന് കേട്ടപ്പോൾ, ജോസഫ് അയച്ച രഥങ്ങളും പല്ലക്കുകളും കണ്ടപ്പോൾ യാക്കോബ് സർവശക്തിയും സംഭരിച്ച് കിടക്കയിൽ എഴുന്നേറ്റിരുന്നു എന്ന് വേദപുസ്തകം പറയുന്നു. ഇന്ന് പലകാലം ദൈവത്തിന്റെ വാഗ്ദത്തം കേൾക്കുമ്പോൾ സകല ബലഹീനതകളും മറന്ന് തുള്ളിച്ചാടി ദൈവത്തെ മഹത്വപ്പെടുത്തണം. പ്രിയ മക്കളായി ദൈവം നമ്മളെ അംഗീകരിക്കുമ്പോൾ, എന്നെയും നിങ്ങളെയും ദൈവം അതേ പ്രിയ മക്കളായി അംഗീകരിക്കുവാൻ തക്കവണ്ണം നമ്മൾ ജീവിക്കണം. പ്രിയമക്കൾ എന്നുള്ള പദവിയിലേക്ക് ദൈവത്തിന് നമ്മെ നടത്തുവാൻ കഴിയും. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 42